ഇന്നലെ രാത്രി ബിഗ് ബോസ് വീട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടീമുകളെയും സെലക്ട് ചെയ്തപ്പോൾ നിർബന്ധമായും അനുമോൾ തൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞതാണ് ശരത്ത്. കാരണം അവൾക്കിട്ട് പണി കൊടുക്കണം, ആണുങ്ങളെ മൊണ്ണ എന്ന് വിളിച്ചതാണ്, അവൾക്കിട്ട് പണി കൊടുക്കണം, കിച്ചണിൽ കിട്ട് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞത് ശരത്താണ്. അതിന് ചുവട് പിടിക്കാനായി രാവിലെ തന്നെ അക്ബർ ചൊറിഞ്ഞുകൊണ്ടിറങ്ങി. അവർ തമ്മിൽ കള്ളക്കളികൾ കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റെന ഫാത്തിമേനെ വെച്ചിട്ടുള്ള കളികളാണ് നടത്തുന്നത്. റെന ഫാത്തിമേനെ കിച്ചണിലേക്ക് കയറ്റി വിട്ടു. അങ്ങനെ അനുമോളോട് ചൊറിഞ്ഞു. രാവിലെ തന്നെ 2 ചപ്പാത്തി അനുമോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ 1 ചപ്പാത്തിയും കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. അനുമോൾ പറഞ്ഞു എല്ലാവർക്കും കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ഒന്ന് എക്സ്ട്രാ തരാൻ പറ്റുള്ളൂ എന്ന്. എക്സ്ട്രാ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ വേണ്ട, വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചൊല്ലിയിട്ടാണ് റെന ഫാത്തിമ നീ എനിക്ക് രാവിലെ ചപ്പാത്തി തന്നില്ല, എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് കയറി വരികയും അനുവിൻ്റെ ജോലിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചപ്പാത്തി കള്ളി, അതുപോലെ ആണുങ്ങളെ മൊണ്ണ എന്ന് വിളിക്കുന്നവളല്ലേ നീ, നിനക്ക് എന്ത് റെസ്പെക്റ്റ് ആണുള്ളത്, നിനക്ക് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് എന്തുമാകാനാണോ, നിനക്ക് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ശരത്ത് പാവം പോലെ, ഞാൻ അനുമോൾക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുന്ന ആൾ, അക്ബറിനോടും റെനേനോടൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഏറ്റവും ബിഗ് ബോസ് വീട്ടിലെ കണ്ണിങ് ആയിട്ടുള്ള ക്യാപ്റ്റൻ എന്ന് പറയാം ആര്യൻ, അനുമോൾക്ക് കട്ടപ്പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആര്യനും ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് റെന ഫാത്തിമേനെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന് ആ ശരത്ത് ചിരിക്കുകയാണ്. റെന ഫാത്തിമേനെ അക്ബറിനെ നോക്കിയിട്ട് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. നന്മമരം കളിക്കുന്നത് പോലെ ഒരു ആക്ട് ചെയ്യുകയാണ്. പക്ഷേ ടാർഗറ്റ് അനുമോൾ തന്നെയാണ്. അനുമോൾക്കിട്ട് നല്ല പണി കൊടുക്കാനാണ് രണ്ടും കൽപ്പിച്ച് കിച്ചൺ ക്യാപ്റ്റനായി ശരത്ത് എത്തിയിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഷാനവാസും ഒനിയിലും അഭിലാഷ് ഇത് കണ്ടുപിടിച്ചു. ആ ഷാനവാസ് കറക്റ്റായിട്ട് പറഞ്ഞു അപ്പാണീൻ്റെ കളി തന്നെയാണിത്. അവൻ അവിടെ കിടന്ന് ചിരിക്കുന്ന കണ്ടില്ലേ, അവർ പ്ലാൻ ചെയ്ത് അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്. അതിനുശേഷം അപ്പാണി കറക്റ്റ് കയറി വന്ന അഭിലാഷിൻ്റെ മേത്തേട്ടാണ്. അഭിലാഷിൻ്റെ മേത്തേട്ട് കയറുകയും അവിടെ ഒരു വലിയ നാടക നടനാണ് ഞാനിന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു നാടകം ഒക്കെ നടത്തുന്നുണ്ട്. അനീഷ് അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടത് വളരെ മോശമായെന്ന് പറയുമ്പോൾ നിന്നോട് ഇനി ഞാൻ സംസാരിക്കില്ല ഇടയ്ക്ക് ഇടങ്ങാന്നും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്താണെങ്കിലും ഈ ടീമിനെ നമ്മൾ പൊളിച്ചേ പറ്റൂ. നമ്മൾ എന്താണെങ്കിലും ഈ അക്ബറിൻ്റെ ടീമിനെയും അപ്പാണീൻ്റെ ടീമിനെയും പൊളിക്കും എന്നാണ് അഭിലാഷും ഷാനവാസും ഒനിയിലും പറയുന്നത്. നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം.